നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും കൂടെ ആയിട്ട് അടിച്ചു പൊളിച്ച് അഭിനയിച്ച ഒരു സിനിമ ഉണ്ട്, നരസിംഹം. ആ ലാലേട്ടനാണ് മെയിൻ റോള്, മമ്മൂക്ക ഒരു ഗസ്റ്റ് റോളായിട്ട് വരുന്നതാണ്. അതിൽ മമ്മൂക്ക ഒരു ഡയലോഗ് പറയുന്നുണ്ട്. തിലകൻ ചേട്ടനെ കോടതിയിൽ വെച്ചിട്ടുള്ള ഒരു വിസ്താരമുണ്ട്. ആ സമയത്ത് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്, സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും വി ഡി സവർക്കർ സതീശ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വി ഡി സവർക്കർ സതീശൻ ഇന്നലെ പറഞ്ഞ 2 കള്ളത്തരങ്ങളുണ്ട്. ആ 2 കള്ളത്തരങ്ങളിൽ ഒന്നാമത്തെ കള്ളത്തരം എന്താ പൊളിച്ചെടുക്കുകയാണ്, കണ്ടു നോക്ക്. ഒരു അഡ്വാൻസ് ആശംസ 10 ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞത്, ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ലീഗിന്റെ വടച്ച തമ്പുരാന് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM3 കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ജയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കണ്ടില്ലേ. ഇത് ആരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ. ഓക്കെ, നമ്മളെ സുരേന്ദ്രൻ അണ്ണൻ, ഉള്ളിസുര അണ്ണനാണ് പറയുന്നത്, പടച്ചോനെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിനെ കൊണ്ട് തന്നെ PM3 പദ്ധതിയിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോഴും തന്നെ നമ്മളെ സവർക്കർ സതീശൻ പറഞ്ഞ ഒന്നാമത്തെ കള്ളം അങ്ങോട്ട് പൊട്ടി. എന്താണ് ഒന്നാമത്തെ കള്ളം സവർക്കർ പറഞ്ഞത്? ഗവൺമെന്റ് ഒപ്പിട്ട് പോയി, അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ സവർക്കർ സതീശൻ ആരാണ് ഒപ്പിട്ടത്? ആരാണ് ഇത് ഒപ്പിടാൻ പോകുന്നത്? കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മളെ സവർക്കർ സതീശൻ പറഞ്ഞത്, ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ PM3 പദ്ധതിയുടെ ബന്ധപ്പെട്ടിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഇടതുപക്ഷം പണം വാങ്ങി എന്നാണ് പറയുന്നത്. അതിന്റെ കള്ളത്തരങ്ങളും കൂടെ ഒന്ന് കണ്ടുനോക്ക്. ഇപ്പോൾ PM3 പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. PM3 നടപ്പാക്കില്ല എന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുന്നു. 2025 നവംബർ 12-ന് PM3 നടപ്പാക്കാനാകില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി അയച്ച കത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നു. PM3യിൽ ഒരു കാശ് പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി അല്പം മുമ്പ് പ്രതികരിച്ചു. ഈ LDF-ലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ PM3യുമായി തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് അന്നത്തെ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചത്. അത് അറിയിച്ചുകൊണ്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയച്ചത്. ആ കത്തിൽ പറയുന്നത് PM3 നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾ പരിശോധിക്കാനായി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിക്കുകയാണ്. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ PM3 പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല. അതിനാൽ PM3 പദ്ധതിക്കായി ഒപ്പുവെച്ച ധാരണാപത്രം തൽക്കാലം മുന്നോട്ട് പോകാനാകില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയാണ്. ഇത് പിന്നീട് സുപ്രീം കോടതിയെയും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. PM3യുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയെയും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് PM3 നടപ്പാക്കാനാകില്ല എന്ന് അന്നത്തെ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്നതാണ്. ഏതായാലും ഈ കത്ത് ഒരു തെളിവായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കളവ് പറയുകയാണ് എന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ആരോപിക്കുന്നത്. PM3യുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും മുൻ സർക്കാരും വാങ്ങിയിട്ടില്ല, ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിട്ടുമില്ല. PM3 ഒപ്പിടാത്തതിന്റെ ഭാഗമായി നേരത്തെ SSK ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു. കണ്ടില്ലേ, പൈസ വാങ്ങിയിട്ടില്ല, ആ പദ്ധതി മരവിപ്പിച്ചിട്ടാണുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വലതുപക്ഷ സർക്കാർ വി ഡി സവർക്കറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ വി ഡി സവർക്കർ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗും ഇടതുപക്ഷത്തിനെ ആക്രമിച്ചത് ഈ PM3 ഫണ്ട് കൊണ്ടാണ് ആക്രമിച്ചത്. മനസ്സിലായില്ലേ? പച്ചയായ വർഗീയത മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ പടച്ചുവിട്ടിട്ട് ആ വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് ഇത് മുന്നേറിയത്. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെതിർത്തൊരു കാര്യം വീണ്ടും ഇവർ മുന്നോട്ട് പോകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും പ്രശ്നമാണ്. പക്ഷേ ഇവർക്ക് മിണ്ടാൻ പറ്റൂല, മുസ്ലിം ലീഗിന് മിണ്ടാൻ പറ്റൂല. കാരണം പണ്ടാണ് മുസ്ലിം ലീഗ് വേണമെന്ന് കോൺഗ്രസിന് പിടിവാശി. ഇന്ന് കോൺഗ്രസിന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന് അധികാരത്തിന് വേണ്ടിയിട്ട് ആരുടെ കാല് നക്കാനും മടിയില്ലാത്തൊരു പാർട്ടിയാണ്. സ്വന്തം സമുദായത്തിനെ ഒറ്റിക്കൊടുത്തിട്ട് വേണമെങ്കിലും മറ്റു രീതിയിലുള്ള പരിപാടികളെ ചെയ്യാൻ പോലും മടിയില്ലാത്ത കേരളത്തിലെ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു വൃത്തികെട്ട പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അപ്പൊ അതിന്റെ അടികളെ വിശ്വസിപ്പിക്കൽ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ PM3 ഫണ്ട് കോൺഗ്രസ് നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ UDF നടപ്പിലാക്കുന്നു. പക്ഷെ എതിർപ്പുകൾ നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? നമ്മളെ സവർക്കർ സതീശണ്ണൻ 360 ഡിഗ്രിയിൽ കുരിഞ്ഞു നിന്ന് സർവക്കറിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ സതീശണ്ണന്റെ മുമ്പിലുള്ള ഒരു അടി എന്താ? അത് ഇടതുപക്ഷത്തിന്റെ തലയിലിടാം. ഇടതുപക്ഷം ഒപ്പിട്ട് പോയി, അതുകൊണ്ട് നമുക്ക് പിന്മാറാൻ പറ്റൂല. എന്നാൽ നവംബറിൽ അത് മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചു, അത് മരവിപ്പിച്ചു. ഇനി വരുന്ന സർക്കാരിന് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നില്ല വേണ്ട എന്ന്? മതന്യൂനപക്ഷമായ കേരളത്തില് നമുക്ക് ഇത്തരം വർഗീയപരമായ ഇത് നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കണ്ട. നമ്മളെ ഇഞ്ചി ഷാജി ഉണ്ടല്ലോ, മൂപ്പര് മരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ നടക്കില്ലായിരുന്നു. കാരണം അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു പോയ KM ഷാജിക്ക് ആദരാഞ്ജലികൾ. കാരണം KM ഷാജിയെ പോലുള്ള ഒരാളെ ജീവിച്ചിരുന്നെങ്കിൽ ഇത് നടക്കൂല. കാരണം KM ഷാജിയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ
അറബിക്കടലിലെടുത്ത് എറിയുമെന്നാ പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി കെ മർഗയ കെ എം ഷാജി മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ വിഷയം കെ എം ഷാജിക്ക് മുമ്പിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റൂല. മനസ്സിലായ? അതായത് പൊട്ടന്മാരായ ലീഗുകാരെ, ജമാഅത്ത് ഇസ്ലാമിക്കാരെ നിങ്ങളെ നന്നായിട്ട് മൂഞ്ചിക്കുകയാണ് ആര്? വി ഡി സവർക്കർ 360 ഡിഗ്രിയിൽ കുനിയുന്ന ആള്. ഇത്രയേ ഉള്ളൂ, സിമ്പിള്. ഇടതുപക്ഷം അതിൽ ഒപ്പിട്ടെങ്കിലും അത് മരവിപ്പിച്ചു. അതിന്റെ പൈസയും വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങളെ ഇവര് മൂഞ്ചിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ.